ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പണ്ട് പുതുക്കത്തിന് മുമ്പ്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുവിടാൻ പോയില്ലേ, ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ജീപ്പിൻ്റെ ബാക്കിലിരുന്ന്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം അങ്ങനെയാണ് പോയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് കാപ്പാട് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എവിടെയെന്ന് തപ്പിയിട്ട് ഞങ്ങൾ കുറച്ചൊരു നേരെ അങ്ങോട്ട് നടന്ന്. നീ ഇങ്ങോട്ട് വന്ന് ഏത് ബീച്ച് അറിയൂലെന്ന് കണ്ടോ. ഇങ്ങനെ അറിവില്ലാത്ത കുറേ ആൾക്കാരെയും കൊണ്ടാണ് ഗൈസ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കുടുംബത്തിലെ വലിയ ആൾക്കാരെ കണ്ടിട്ടാണല്ലോ കുട്ടികളെ പഠിക്കുക. അതുകൊണ്ട് തന്നെ ഷെസ് മാക്സിമം പട്ടിഷമായിട്ട് നടക്കുന്നുണ്ട്. ആ ബാഗിലൊക്കെ എന്താന്നുള്ളത് പഠിച്ചോനറിയാം. വേഗം കയറിയാൽ ആ സൺസെറ്റിൽ നല്ല ഫോട്ടോ എടുക്കാം. വാവ്, ന്യൂ ജനറേഷൻ അപ്ഡേറ്റഡ്. ഫോട്ടോ എടുക്കാനാണോ നമ്മൾ കാണാനല്ലേ. ഇതാ കാപ്പാട് ബീച്ചിൻ്റെ ലേ ഔട്ടൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. സംഭവം നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ നോക്ക്. ഫൈനലി ഞങ്ങൾ കടലിന് അടുത്തെത്തി. നല്ല കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയത്. സൺസെറ്റിൻ്റെ കറക്റ്റ് സമയത്തേന് കുറേ അമ്മച്ചിമാരൊക്കെ സൺസെറ്റ് കാണാൻ വന്നിട്ടുണ്ട്. ശരിക്കും അതിങ്ങനെ നോക്കിക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാര്യം. അതിൻ്റെ അടുക്ക് വല്ല ഞണ്ടിനെയും കിട്ടുമെന്ന് നോക്കുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ബീച്ചിൽ ഒരാൾ ഇറങ്ങാൻ വന്ന ഓട്ടമുള്ള ഷെഡ്യൂളുണ്ട്. ഐസി അതിൻ്റെ അടുക്ക് ഒരു പരുന്തിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഓ, എൻ്റെ പ്രായത്തിൽ ഇത് അതിശയല്ലേ. ഇപ്പൊ അവന് മണ്ണാച്ചൻ കടിക്കും. അങ്ങനെ കളിച്ച് സൺസെറ്റൊക്കെ കഴിഞ്ഞ് രാത്രി. പക്ഷെ ഇപ്പോഴും മക്കളൊന്നും വെള്ളത്തിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല. ഗൈസ്, ഞാൻ നാച്ചുറൽ ലുക്കാണ്, നോ മേക്കപ്പ്. ഫുൾ ഓഫ് ചെരുപ്പ് കണ്ട മോനെ. ആടുന്ന ഒരുവിധം മക്കളെയൊക്കെ വാരി കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ള പാർക്കിലാണ്. താഴെ തിറക്കണമെങ്കിൽ ഇന്നെ കുറിച്ച് പുകഴ്ത്തി പറയണം. കാണാൻ മഞ്ഞരാ. ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി നേരെ നടക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് പണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു 4-5 വയസ്സൊക്കെ ഉള്ള സമയത്ത് വീടിൻ്റെ അടുത്ത് കൂടി ഒരു ചേച്ചിനെയും ചേട്ടനെയും കണ്ട്. പക്ഷെ ഓർക്ക് പ്രായമായിട്ടേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം മനസ്സിലായി, അതേ മുഖമൊക്കെ തന്നെ. അങ്ങനെ പോയി ഞങ്ങൾ സംസാരിച്ച് ഓർക്കും. ഞങ്ങൾ നല്ല സന്തോഷമായി നമുക്കും.
പിന്നെ ദാ ബീച്ചിൽ വന്നവരൊന്നും വാങ്ങാണ്ട് വിടൂലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ വികാരമായിട്ടുള്ള കല്ലുമക്കായും പിന്നെ കാടമുട്ട അങ്ങനെ എല്ലാം വാങ്ങി. അങ്ങനെ മനസ്സും വയറും നിറച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. മക്കളെയൊക്കെ കൊണ്ടൊരു ബീച്ച് പോകാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല കേട്ടോ.